ഇന്നത്തെ ദിവസം ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ കുളിച്ചൊരുങ്ങി എവിടെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻ മേടിക്കാനായിട്ടാണ്. ചീപ്പ് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടാ. കാക്ക ബാത്തിങ് നോക്കൊക്കെയാണെന്ന് എനിക്കറിയാം. താടിയൊക്കെ വളരണില്ല, എന്താണാവോ? ചിലപ്പോ ജനടെക്സിന്റെ ആവാം. എന്റെ അച്ഛന് താടിയൊന്നുമില്ല, ചിലപ്പോ അതായിരിക്കും എനിക്ക് താടിയും വരാത്ത. ഇറങ്ങാൻ നേരം ഹെൽമെറ്റ് തപ്പിപ്പിയാണെന്നുണ്ടെങ്കിൽ ഉണക്കാൻ വെച്ച അച്ചാറിടാൻ വെച്ച മാങ്ങ മറിഞ്ഞിപ്പോ വീണാണ്. അപ്പൊ തന്നെ ഹെൽമെറ്റ് വിട്ടുപിടിച്ചുകൊണ്ട് അച്ചാറ് രക്ഷപ്പെട്ടു. അമ്മയാണെങ്കിൽ ഇരുമുഖൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശല്യപ്പെടുത്തിയോ ആവോ. എഞ്ചിൻ റൂം എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം, അതെന്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചാക്കിലാക്കി വീട്ടിലോട്ട് കൊണ്ടുവന്ന മുതലാണ്ട് ഈ കിടക്കണത്. വീട്ടിൽ അരിനെല്ലിക്ക് ഉണ്ടായിട്ടാ. ഈ അരിനെല്ലിക്ക് കാണുമ്പോഴേക്ക് എന്നെ പഠിപ്പിച്ച ടീച്ചറിനെ എനിക്ക് ഓർമ്മ വരും. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണത്. കുറച്ചുകൊണ്ട് കൊടുക്കണം ഇപ്രാവശ്യം. പതിവില്ലാണ്ട് കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ഉണ്ടായില്ല. ഹെൽമെറ്റ് കൊടുത്ത് അങ്ങനെ നേരെ ഷോപ്പിലെത്തിയിട്ടാ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ BLDC ഫാൻ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഇൻസ്റ്റാ പേജിന്റെ കേസ്, മാത്സിന്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി നല്ല കട്ട സപ്പോർട്ട്. അവിടെ നിന്ന് ഒരു 6:45 ഇറങ്ങിയിട്ടാ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അന്തരീക്ഷമൊക്കെ ഇരുട്ട് കുത്തിയായിരുന്നു. നമ്മുടെ മ്യൂസിക് സ്കൂളിലെ നിലവിൽ 2 ഫാൻ ഇടേണ്ട സ്ഥലത്ത് ഒരു ഫാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പൊക്കെ ഭയങ്കര ചൂടാണല്ലോ, അതുകൊണ്ട് ക്ലാസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതി ഒരു BLDC മേടിച്ചിട്ട് വീട്ടിലിട്ടിട്ട് വീട്ടിലെ ഫാൻ ഊരി ക്ലാസ്സിലിടാന്ന് വിചാരിച്ചു. ലൂക്കർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ BLDC ഫാനാണ് നമ്മ മേടിച്ചേക്കുന്നത്. ഈ ഒരു ബോക്സ് പൊട്ടിച്ച് ഇതിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ പുറത്തെടുക്കുമ്പോൾ സാധാരണ ഫാനിന്റെ ഏകദേശം സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ വ്യത്യാസമായിട്ട് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ട്, പിന്നെ ഒരു റിമോട്ട് ഉണ്ട്. റിമോട്ടിലാണെന്നുണ്ടെങ്കിൽ പെയറും പിന്നെ പവർ ഓഫും പിന്നെ 5 സ്പീഡ് മോഡും ഉണ്ട്. പിന്നെ റിവേഴ്സ് ഉണ്ട്. റിവേഴ്സ് എന്തിനാണ് ഉപയോഗിക്കണതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കേട്ടോ. ഈ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഇരിക്കണ ഈ ഒരു സംഭവമാണ് ഇതിന്റെ സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ഇരിക്കണ ഈ ഒരു പോർട്ട് കണ്ട, ഈ പോർട്ടാണ് ശരിക്കും 230 വോൾട്ട് നമ്മ സപ്ലൈ കൊടുക്കണത്, AC സപ്ലൈ കൊടുക്കണത് കേട്ടോ. നമ്മുടെ മാറ്റിയ ഫാൻ വെച്ച് നോക്കണ സമയത്ത് വെയിറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. വലിയ കാര്യമായിട്ടുള്ള വെയിറ്റ് ഒന്നുമില്ല. അഴിച്ച ഫാനും പിന്നെ അത് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പോണ ഫാനും ഏകദേശം ഒരേ കളറായതുകൊണ്ട് പിന്നെ ആ ഒരു അലമ്പ് ഉണ്ടായില്ല കേട്ടോ. ഹോളി കിടക്കുന്ന ഈ ഒരു ഫാനാണ് അഴിച്ച് മാറ്റേണ്ടത്. ഈ ഫാനാണ് ഇനിയിപ്പോൾ അഴിച്ചിട്ട് നേരെ ക്ലാസ്സിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഫാൻ അഴിക്കാന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഗായ്സ് അപ്പോൾ ഫാനെല്ലാം അഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയ ഫാനൊക്കെ സെറ്റ് ചെയ്തതേ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അഴിച്ചു വെച്ച ഫാൻ ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന ഫാൻ, ഇതൊന്നും ക്ലാസ്സിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ സമാധാനമായിട്ട് നാളെ രാവിലെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാന്ന് ഞാൻ കരുതി. ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേ ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോലെ കേട്ടോ.